ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കളക്ടറേറ്റിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് വിൻഡോയിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രധാനമന്ത്രിയുടെ ഈ വാഹനവ്യൂഹം. കനത്ത സുരക്ഷാ വലയത്തിൽ കളക്ടറേറ്റിലേക്ക് പോകുന്നു. കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ഈ 3:55 അതെ കൃത്യം 3:55 അദ്ദേഹം ഡൽഹിക്ക് മടങ്ങേണ്ടതാണ്. കണ്ണൂരിൽ നിന്നും അദ്ദേഹം മടങ്ങേണ്ടതായിരുന്നു. പക്ഷേ അതല്ല, അധിക സമയം എടുത്തിരിക്കുന്നു. കാരണം അധിക സമയം എന്ന് പറയുമ്പോൾ പല ഘടകങ്ങളുണ്ട്. അവിടേക്കുള്ള ഭൂപ്രകൃതി. ഇപ്പോൾ കളക്ടറേറ്റിലേക്ക് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. ആ ദൃശ്യം കളക്ടറേറ്റിലേക്ക് പോയതിന് നേരത്തെയുള്ള ദൃശ്യങ്ങൾ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. കളക്ടറേറ്റിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു വന്ന ആ യോഗം നടക്കാൻ പോകുന്നത്. അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി കാര്യങ്ങൾ വിലയിരുത്തും. കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ നേരത്തെ കേന്ദ്ര സംഘം തന്നെ ഇതിനകം സംസ്ഥാനത്ത് വയനാട്ടിൽ വിവിധ വകുപ്പിൽ നിന്നെത്തിയ സംഘം അവിടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ അവലോകന പ്രാഥമിക റിപ്പോർട്ട് അടക്കം പ്രധാനമന്ത്രി വിലയിരുത്തും. പക്ഷേ ഇന്നൊരു പ്രഖ്യാപനമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ സാധ്യത വളരെ കുറവാണ്. പ്രധാനമന്ത്രി പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വിവിധ വകുപ്പുകളുടെയൊക്കെ തന്നെ അവലോകനം നടത്തിയ ശേഷമായിരിക്കും ഒരു പാക്കേജ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ് അത് പരിഗണിക്കുമോ, അതിന് എത്രത്തോളം അതിലുണ്ടാകും, നമുക്ക് കേരളത്തിന് എത്ര കിട്ടും, നമ്മുടെ സാമ്പത്തിക കൈത്താങ്ങിന്, നമ്മുടെ വയനാടിനെ നമുക്ക് കരുപിടിപ്പിക്കാൻ, വയനാടിനെ നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ എന്ത് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിട്ടും എന്നതാണ് അവസാനത്തെ നിമിഷം ഇനി നമ്മൾ ഉറ്റുനോക്കാൻ പോകുന്നത്. അതിൻ്റെ എന്തെങ്കിലും ഒരു ചലനം, ഒരു തുടക്കം ഈ യോഗത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 3:55 അദ്ദേഹം പോകേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ യോഗം ആരംഭിക്കുന്നതേ ഉള്ളൂ. പ്രധാനമന്ത്രി കളക്ടറേറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്നുള്ള നേരത്തെ പോയതിൻ്റെയും ദൃശ്യങ്ങൾ, നേരത്തെ അദ്ദേഹം സന്ദർശനം നടത്തിയ വിവിധ ഇടങ്ങളിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യം വ്യോമ നിരീക്ഷണം, പിന്നീട് ഏറ്റവും അവസാനം ഒടുവിൽ മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തി. അതിജീവിച്ച ആളുകളെ അദ്ദേഹം കണ്ടു, ചേർത്ത് പിടിച്ചു അവരെ. അങ്ങനെ 4 പ്രധാനപ്പെട്ട ഈ ദിവസത്തെ 4 ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ വിവിധ സ്ക്രീനുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.